ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ വൃത്തസ്തംഭത്തിൻ്റെ പാദ ആരം 15 സെൻറ്റിമീറ്റർ, ഉയരം 32 സെൻറ്റിമീറ്റർ. ഇത് ഉരുക്കി പാദ ആരം 20 സെൻറ്റിമീറ്റർ ആയ വൃത്തസ്തംഭം ഉണ്ടാക്കി. അതിൻ്റെ ഉയരം എത്ര? ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടറാണ്. പാദ ആരം റേഡിയസ്, ഉയരം 32 സെൻറ്റിമീറ്റർ. ഇത് ഉരുക്കുക എന്ന് പറഞ്ഞാൽ മെൽറ്റ് ചെയ്യുക. പാദ ആരം 20 സെൻറ്റിമീറ്റർ ആയ വൃത്തസ്തംഭം ഉണ്ടാക്കി അതിൻ്റെ ഉയരം കാണണം. അതായത് ഒരു വൃത്തസ്തംഭം നമുക്ക് തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ റേഡിയസും ഹൈറ്റും തന്നിട്ടുണ്ട്. ഇത് മെൽറ്റ് ചെയ്തിട്ട് മറ്റൊരു സിലിണ്ടർ ആക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ പുതിയ സിലിണ്ടറിൻ്റെ ഉയരമാണ് കാണേണ്ടത്. അപ്പോൾ ഒരു സാധനം ഉരുക്കി മറ്റൊരു സാധനം ഉണ്ടാക്കുമ്പോൾ വ്യാപ്തങ്ങൾ തുല്യമായിരിക്കും. ഒരു വസ്തു മെൽറ്റ് ചെയ്ത് മറ്റൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ ഏതാണോ മെൽറ്റ് ചെയ്തത്, ഏതാണോ ഉണ്ടാക്കിയത്, അതിൻ്റെ രണ്ടിൻ്റെയും വോളിയംസ് ഈക്വൽ ആയിരിക്കും, വ്യാപ്തങ്ങൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ ഉരുക്കണ? വൃത്തസ്തംഭം. അതിൻ്റെ വ്യാപ്തം സൂത്രവാക്യം 1/3 πr² h ആണ്. 1/3 πr² h. ഇത് ഒന്നാമത്തെ സിലിണ്ടർ ആവുകൊണ്ട് നമുക്ക് r1² h1 എടുക്കാം. ഇത് ഉരുക്കിയിട്ട് എന്താ ഉണ്ടാക്കുന്നത്? വൃത്തസ്തംഭം തന്നെയാണ്. അപ്പോൾ രണ്ടിൻ്റെയും വ്യാപ്തങ്ങൾ തുല്യമാണ്. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തം നമ്മുടെ സൂത്രവാക്യം 1/3 πr² h2 എന്ന് എഴുതുക. ഇത് ഒന്നാം സിലിണ്ടറിൻ്റെ വ്യാപ്തം, ഇത് രണ്ടാം സിലിണ്ടറിൻ്റെ വ്യാപ്തം. ഈ സിലിണ്ടർ ഉരുക്കി ഈ സിലിണ്ടർ ഉണ്ടാക്കുന്നത് കാരണമാണ് വ്യാപ്തങ്ങൾ തുല്യം. വ്യാപ്തത്തിൻ്റെ സൂത്രവാക്യമാണ് 1/3 πr² h. ഇതൊരു സമവാക്യമാണ്. ഈ സമവാക്യത്തിൽ ഇരുവശത്തും ഒരുപോലെ വരുന്നത് വെട്ടിക്കളയാം. 1/3 സ്ഥിരസംഖ്യയാണ്, നമുക്കത് വെട്ടിക്കളയാം. അതുപോലെ പൈ സ്ഥിരസംഖ്യയാണ്. പൈൻ്റെ വില 3.14 അത് നമുക്ക് അത് സ്ഥിരസംഖ്യ കൊണ്ട് വെട്ടിക്കളയാം. ബാക്കി നമുക്ക് എന്താണുള്ളത്? r1² h1. ഈ r1² എന്താ? ഒന്നാമത്തെ സിലിണ്ടറിൻ്റെ ആരാണ്. ഒന്നാമത്തെ സിലിണ്ടറിൻ്റെ ആരം, ഒന്നാമത്തെ ഈ ഉരുക്കുന്ന സിലിണ്ടറിൻ്റെ ആരം എത്രയാണ്? 15 ആണ്. അപ്പോൾ r1² നമ്മൾ എന്താ എഴുതുക? 15 × 15 r1² 15 × 15 × h1. അതിൻ്റെ ഉയരം എത്രയാണ്? അതിൻ്റെ ഉയരം 32 ആണ്. 32 സമം r2² h2. ഇത് രണ്ടാമത്തെ സിലിണ്ടറിനാണ്. രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ ആരം അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 20 സെൻറ്റിമീറ്റർ. അപ്പോൾ r2² 20 × 20 അതിൻ്റെ ഉയരമാണ് കാണേണ്ടത്. നമ്മൾ ഏതാ ഉരുക്കി ഉണ്ടാക്കില്ലേ, അതിൻ്റെ ഉയരം കാണണം. അപ്പോൾ അത് നമുക്ക് അറിയില്ല. h2 കാണണം. ഇതെങ്ങനെ h2 കാണുക? h2 കാണുമ്പോൾ h2ൻ്റെ കൂടെയുള്ളതൊക്കെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ h2 സമം എഴുതുക. h2 സമം എന്ന് എഴുതിയിട്ട് മറുഭാഗത്തുള്ളത് ആദ്യം എഴുതുക. h2ൻ്റെ ഭാഗത്തുള്ളതല്ല, മറുഭാഗത്തുള്ളത് ആദ്യം എഴുതുക. എന്തൊക്കെയാണ്? 15 × 15 × 32 ഈ ഇൻറ്റു ഒക്കെ വരുമ്പോൾ ബൈ ആവും. ബൈ 20 × 20. നമുക്കിതിൽ 5 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ 3 5 15 4 5 20. ഇവിടെയും 3 15 4 5 20. ഈ 4ഉം 32 കൂടി 4 32. ഈ 4ഉം 8ഉം കൂടി 24 8. 3 × 2. ബാക്കി എല്ലാം വെട്ടിക്കളഞ്ഞു. 3 × 2 6. അതായത് ഉണ്ടാക്കിയ വൃത്തസ്തംഭം അല്ലെങ്കിൽ സിലിണ്ടർ അതിൻ്റെ ഉയരം എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. 3 × 4 = 25. 4 × 5 = 41 ആയാൽ 5 × 6ൻ്റെ വില കാണുക. നമുക്ക് 3 × 4 = 25 തന്നിട്ടുണ്ട്. അതായത് ഈ സംഖ്യകൾ തമ്മിൽ എന്തോ ഒരു ക്രിയ ചെയ്താൽ 25 കിട്ടണം. 3ഉം 4ഉം കൂടി ഇവിടെ ഗുണനചിഹ്നം കൊടുത്തിരിക്കുന്നത്, പക്ഷെ അതാവണമെന്നില്ല. 3ഉം 4ഉം കൂടി എന്തോ ഒരു ക്രിയ ചെയ്താൽ 25 കിട്ടും. നമുക്ക് ഈ രണ്ട് സംഖ്യകളുടെയും വർഗ്ഗങ്ങൾ കണ്ട് കൂട്ടി നോക്കാം. 3² + 4². 3² എത്രയാണ്? 3 9 + 4² 4 16. 9ഉം 16ഉം കൂട്ടിയാൽ 25. അപ്പം നമ്മൾ ഇതെടുത്ത് ചെയ്യുമ്പോൾ വലതുവശത്തുള്ള സംഖ്യ കിട്ടി. ഇതുപോലെ നമ്മൾ അടുത്ത എൻ്റെ സമവാക്യത്തിൻ്റെ അടുത്ത വശം ചെയ്ത് നോക്കുക. 4 × 5 നമ്മൾ എന്താ ചെയ്യുക? 4² + 5². 4² 4 16 + 5² 5 25. 25ഉം 16 കൂട്ടുമ്പോൾ 25ഉം 6ഉം 31 10 41. വലതുവശത്ത് സംഖ്യ കിട്ടി. അപ്പോൾ നമുക്ക് ബന്ധം മനസ്സിലായി. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താ? 5 × 6. അതുപോലെ എങ്ങനെ ചെയ്യുക? 5² + 6². 5² 5 × 5 25 + 6² 6 × 6 36. കൂട്ടുമ്പോൾ 25ഉം 36ഉം കൂട്ടുമ്പോൾ 25ഉം 6ഉം 30. 30ഉം കൂടി കൂട്ടിയ 61 ഉത്തരം. 5 + 10 + 15 + etc. + 100 എത്ര? 5 + 10 + 15 + etc. + 100. ഇത് നമ്മൾ ഇതെല്ലാ സംഖ്യകളും കൂടി കൂട്ടണം. ഇത് സമാന്തര ശ്രേണിയാണ്. 5 10 15 20 ഇങ്ങനെ 5 5 കൂടി പോവുകയാണ്. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. അതിൻ്റെ തുകയാണ് നമ്മൾ കാണേണ്ടത്. സമാന്തര ശ്രേണിയുടെ തുക കാണാനുള്ള സൂത്രവാക്യം എന്താ? സമാന്തര ശ്രേണിയുടെ തുക കാണാനുള്ള സൂത്രവാക്യം S = n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. സം തുക കാണാനുള്ള സൂത്രവാക്യം, സമാന്തര ശ്രേണിയുടെ തുക കാണുന്നുള്ള സൂത്രവാക്യം n/2 ×
T1 പ്ലസ് ടി എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, എത്ര പദങ്ങളുണ്ട് ഇതിൽ. പിന്നെ T1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, ആദ്യ പദം. TN എന്ന് പറഞ്ഞാൽ അവസാന പദം നമുക്കറിയാം 100. അപ്പോൾ ഇതാണ് സൂത്രവാക്യത്തിൽ വില കൊടുക്കേണ്ടത്. ഇതിൽ എത്ര പദങ്ങളുണ്ട്, അതാണ് n. ഇതിൽ എത്ര പദങ്ങളുണ്ട് എന്നറിയാൻ ഇതെന്താണ്, 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്, 5ൻ്റെ ഗുണിതങ്ങളാണ്. ഒരു 5 5, 2 5 10, 3 5 15. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ, ഒരു 5 5, 2 10, 3 5 15. ഇത് മൂന്നാമത്തെ പദമാണ്. അപ്പോൾ 3 5 15. അതുപോലെ 20 5 100, 20 × 5 ആണ് 100. അപ്പോൾ നമുക്കിത് എത്രാമത്തെയാണ്, 20ാമത്തെയാണ്. അപ്പോൾ ഇതിൽ എത്ര പദങ്ങളുണ്ട്, 20 പദങ്ങളാണ്. അപ്പോൾ n എത്രയാണ്, 20 വില കൊടുക്കുമ്പോൾ 20/2 ഇൻറ്റു ആദ്യ പദം 5 പ്ലസ് അവസാന പദം 100. 20/2 നമുക്കറിയാം 10 ഇൻറ്റു 100ഉം 5ഉം കൂട്ടുമ്പോൾ 105. 10 × 105 ഗുണിക്കുമ്പോൾ 1050 ഉത്തരം. കൂട്ടണം സമം ഹരിക്കണം, ഗുണിക്കണം സമം കൂട്ടണം, കുറയ്ക്കണം സമം ഗുണിക്കണം, ഹരിക്കണം സമം കുറയ്ക്കണം ആയാൽ 800 കൂട്ടണം 20 കുറയ്ക്കണം 4 ഗുണിക്കണം 40 ഹരിക്കണം 10ൻ്റെ വില കാണുക. നമുക്ക് ഇതിൻ്റെ വിലയാണ് കാണേണ്ടത്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ട് ചില ക്രിയകൾ തന്നിട്ടുണ്ട്, ആ ക്രിയകൾക്ക് പകരം ഉപയോഗിക്കേണ്ട ക്രിയകളും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വില കാണാൻ ഈ സംഖ്യകൾ, ആദ്യം ഈ സംഖ്യകൾ അതുപോലെ എഴുതുക. ഇവിടെ എത്രയാണ്, 800, ഇവിടെ 20, 4, 40, 10. നമ്മളെല്ലാ സംഖ്യകളും നിരത്തി എഴുതി, ഇതുപോലെ എഴുതി, ആ ക്രമത്തിൽ എഴുതി. ഇനി നമ്മൾ ഓരോ ക്രിയകൾക്ക് പകരവും നമ്മുടെ ചോദ്യത്തിൽ തന്ന ചിഹ്നങ്ങൾ കൊടുക്കുക. അപ്പോൾ ആദ്യം കൂട്ടണം എന്ന ക്രിയയാണ്. ഇവിടെ കൂട്ടണം എന്നുള്ളതിന് പകരം നമ്മൾ ഹരിക്കണം നടണം, ഹരിക്കണം ഇട്ടു. അടുത്ത് കുറയ്ക്കണം എന്നാണ്, കുറയ്ക്കണം എന്നുള്ളതിന് പകരം ഗുണനചിഹ്നം ഇടണം. അപ്പോൾ അവിടെ ഗുണനചിഹ്നം ഇട്ടു. അടുത്ത് ഗുണനചിഹ്നമാണ്, ഗുണനചിഹ്നത്തിന് പകരം കൂട്ടണം എന്നാണ് പറയണത്. ഇവിടെ കൂട്ടണം എന്ന ചിഹ്നം ഇട്ടു. അടുത്ത് ഹരണചിഹ്നമാണ്, ഇവിടെ ഹരണചിഹ്നത്തിന് പകരം നമ്മൾ കുറയ്ക്കണം എന്നാണ് പറയുന്നത്, കുറയ്ക്കണം എന്ന ചിഹ്നം ഇട്ടു. ഇപ്പോൾ ക്രിയകൾ നമ്മൾ ഗുണനക്രിയ, ഈ ക്രിയകളുടെ ചിഹ്നങ്ങളെല്ലാം ശരിക്കും എഴുതി. ഇനി ഇതിൻ്റെ ഉത്തരം കാണുക. ഉത്തരം ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ബോർഡ് മാസ് അനുസരിച്ച് ചെയ്യണം, ബോർഡ് മാസ് അനുസരിച്ച് ചെയ്യണം. ഇതിൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രാക്കറ്റാണ്, ഇതിൽ ബ്രാക്കറ്റ് ഇല്ല. ഒ എന്താണ്, OF ആണ്, അത് ചോദ്യത്തിൽ തന്നിട്ടില്ല നമുക്ക്, അപ്പോൾ അതുമില്ല. ഇനി ഡി എന്താണ്, ഡിവിഷൻ, ഹരണാണ്. ഡി എന്ന് പറഞ്ഞാൽ ഹരണാണ്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതിൽ ഹരണം എവിടെയാണ്, ഇവിടെയാണ്. അപ്പോൾ ക്രമത്തിൽ തന്നെ ചെയ്യുക, ഇതാദ്യം ഹരിക്കുക. 800നെ 20 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഒരു 0 വെട്ടിക്കളഞ്ഞിട്ട് 80/2 എത്ര വരും, 40. ബാക്കിയൊക്കെ അതേപടി എഴുതുക. ഇത് മാത്രമേ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ. ബാക്കി × 4 കൂട്ടണം 40 കുറയ്ക്കണം 10. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഡിവിഷൻ ചെയ്തു. അടുത്തത് M മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഗുണനാണ്. ഇതിലെവിടെ ഗുണനം, അതും ഇവിടെ തന്നെയാണ്. അപ്പോൾ ക്രമത്തിൽ ചെയ്യുക. 40 × 4 160, ബാക്കി അതുപോലെ ഇടുക. പ്ലസ് 40 കുറയ്ക്കണം 10. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി അഡീഷനും സബ്ട്രാക്ഷനും, കൂട്ടലും കുറയ്ക്കലുമാണ്, കൂട്ടലും കുറയ്ക്കലും. അപ്പോൾ ഇതിലാദ്യം കൂട്ടൽ ചെയ്യുക. 160 40 കൂട്ടിയ 200 എന്ന് വരും. പിന്നെ എന്താണ്, കുറയ്ക്കണം 10. അപ്പോൾ അഡീഷൻ കഴിഞ്ഞു, സബ്ട്രാക്ഷൻ കുറയ്ക്കലാണ്. 200 10 കുറച്ച ഉത്തരം 190. √289/34 ഇൻറ്റു 68/√1156 ഇൻറ്റു √961/62. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യണം, ഇത് ലഘൂകരിക്കണം. √289 റൂട്ട് 17 17 × 17 289. നമ്മൾ ചെറിയ സംഖ്യകളുടെ, കുറച്ച് സംഖ്യകളുടെയൊക്കെ വർഗ്ഗമൂലങ്ങൾ പഠിച്ചു വെക്കണം, നന്നായിരിക്കും. റൂട്ടുകൾ പഠിച്ചു വെക്കണത്. റൂട്ട് എങ്ങനെ കാണുക, വർഗ്ഗമൂലം എങ്ങനെ കാണുക നമ്മുടെ ചാനലിലുണ്ട്. അതിൽ പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് അതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ √289 റൂട്ട് 17/34 ഇൻറ്റു 68/√1156. 1156 റൂട്ട് 34. നാലക്ക സംഖ്യയുടെ വർഗ്ഗമൂലം എങ്ങനെ കാണാം എന്നുള്ളതിൻ്റെ പ്ലേലിസ്റ്റും നമ്മുടെ റൂട്ട് കണ്ടുപിടിക്കുന്ന രീതി നമ്മുടെ യൂട്യൂബിലുണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇൻറ്റു √961. 961 റൂട്ട് 31/62. നമുക്കിപ്പോൾ റൂട്ടെല്ലാം കണ്ടുപിടിച്ച് എഴുതി. ഇനി ഇതിന് സിംപ്ലിഫൈ ചെയ്താൽ മതി. നമുക്ക് ഈ 17ഉം 34ഉം പഠിച്ചെടുക്കുമ്പോൾ ഒരു 17 17 17 34. 34ഉം 68ഉം പഠിച്ചെടുക്കുമ്പോൾ ഒരു 34 34 2 34 68. 31ഉം 62ഉം പഠിച്ചെടുക്കുമ്പോൾ ഒരു 31 31 2 31 62. ഇനി നമുക്ക് മുകളിൽ ഒരു 2 ഉണ്ട്, താഴെ 2 2 ഉണ്ട്. ഇതിലത്തെ ഒരു 2 വെട്ടി കളഞ്ഞാൽ മുകളിൽ ഇനി ആകെ ഉള്ളത് എന്താ, 1 1 × 1 1 താഴെ 1 × 2 2. ഉത്തരം 1/2.